അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വാധീനം ഇപ്പോഴും ശക്തമാണ്. അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങൾ ആഗോള വ്യാപാര ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോൾ 2025 ഓഗസ്റ്റ് 1 മുതൽ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 35% പകരം തീരുവ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. കാനഡയുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ പുതിയൊരു സംഘർഷത്തിന് ഇത് വഴിവെക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിക്ക് അയച്ച കത്തിലൂടെയാണ് ട്രംപ് ഈ തീരുമാനം അറിയിച്ചത്. ട്രംപിന്റെ ഈ പുതിയ താരിഫ് നയത്തിന് പിന്നിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാരണം അതിതീവ്രമായ വേദന അനുഭവിക്കുന്ന ക്യാൻസർ രോഗികൾക്ക് ആശ്വാസത്തിന് വേണ്ടി നൽകുന്ന മരുന്നായ ഫെന്റനിൽ യുഎസിലേക്ക് എത്തുന്നത് തടയുന്നതിൽ കാനഡ പരാജയപ്പെട്ടു എന്നതാണ്. ഹെറോയിനേക്കാൾ 50 മടങ്ങും മോർഫിനേക്കാൾ 100 മടങ്ങും വീര്യമുള്ള ഈ സിന്തറ്റിക് ഓപ്പിയോയിഡ് ആരോഗ്യരംഗത്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലായി ലഹരി ആവശ്യങ്ങൾക്കായി വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന ഓപ്പിയോയിഡ് പ്രതിസന്ധിക്ക് ഒരു പ്രധാന കാരണം ഫെന്റനിലിന്റെ അനധികൃത ഒഴുക്കാണ്. മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ വഴിയാണ് ഈ ലഹരി മരുന്ന് യുഎസിലേക്ക് കടത്തുന്നത് എന്നാണ് ട്രംപ് നേരത്തെയും ആരോപിച്ചത്.